വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വീട്ടിലേക്ക് വന്ന് എൻ്റെ ഫേസിലെ മേക്കപ്പ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി കിടക്കുന്നതിന് മുമ്പായിട്ട് സ്കിന്നിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ നല്ലൊരു ഫേസ് വാഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. നല്ല സ്മെല്ലും നല്ല ഫ്ലേവറൊക്കെയാണ്. സാഫ്രോണും ഓട്സ് മിൽക്കും പീച്ചിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് വരുന്നതാണ്. ഈ ഒരു രീതിയിലൊരു ഹണി കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നോർമലി ഫേസ് വാഷ് ചെയ്യുന്ന കണക്ക് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് ജസ്റ്റ് വാഷ് ചെയ്തിങ്ങി എടുക്കുക. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട, ജസ്റ്റ് വാഷ് ചെയ്തിങ്ങി എടുക്കുക. അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫേസ് എല്ലാം പോയി ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് VLCCയുടെ വാൾനട്ട് ഫേസ് സ്ക്രബാണ്. ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ക്രബാണിത്. സ്കിന്നിന് നല്ല ബ്രീത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവായി കിട്ടും നമുക്ക്. മെയിൻലി എൻ്റെ ഫേസിൽ കൂടുതലായിട്ടും ഡെഡ് സ്കിൻ കണ്ടിട്ടുള്ളത് ആ മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ആ താടി ഭാഗത്തൊക്കെയാണ്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഞാൻ കുറച്ച് അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് സമയം ഒരു 10 മിനിറ്റ്സോളം ഞാൻ സ്പേസിലിട്ടിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും ഡെഡ് സ്കിന്നും കാര്യങ്ങളെല്ലാം റിമൂവായി നമ്മുടെ സ്കിന്നെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നീട് ഞാൻ അതും പോയി വാഷ് ചെയ്ത് വന്നു. അപ്പോഴത്തേനും ഓൾമോസ്റ്റ് സ്കിന്നെല്ലാം ക്ലീൻ ആയി കിട്ടി. ഇനി നമ്മൾ അടുത്തായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഒരു മാസ്കാണ്. ഇത് ആക്ച്വലി നൈറ്റ് കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാസ്കാണ്. ഇത് ജസ്റ്റ് മാസ്കായിട്ട് സ്കിന്നിൽ ഇടുക. അതിനുശേഷം ഒരു 20 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നോർമലി ഇത് ഇടുമ്പം മാക്സിമം ഈവനായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഇടാൻ ശ്രമിക്കുക. ഞാനും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മിക്കവാറും പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഇടുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റും ഈ പറയുന്ന പോലെ. പിന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാലും പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യുക. ചില ആൾക്കാർക്ക് ഇനി എത്ര നല്ല പ്രോഡക്റ്റാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അലർജിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഏത് പ്രോഡക്റ്റായാലും യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളയുമ്പോൾ ഇങ്ങനെ ഇത്രയും കുറച്ചുകൂടി ഫേസ് ഒന്ന് ക്ലീനായി കിട്ടും. മാസ്ക് ഇട്ടതിൻ്റെ ഒരു ചേഞ്ച് ഫേസിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പാണ്. ഞാനൊരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഞാൻ മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. മിനിമലിസ്റ്റിൻ്റെ എല്ലാ പ്രൊഡക്ട്സും തന്നെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ യൂഷ്വലി ഈ 4 സ്റ്റെപ്പെല്ലാം ചെയ്തിട്ടാണ് കിടക്കാറുള്ളത് മാക്സിമം. അപ്പോൾ ഇത് ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീക്കിലി ഒരു 2 തവണയെങ്കിലും ചെയ്യുന്നത് സ്കിന്നിന് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ ലിപ്പിലും കൂടി ഡെയ്ഗയുടെ ലിപ് ബാമാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഇത് ലിപ്പിൽ നല്ല രീതിയിൽ പീലിങ് കിട്ടും. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ലിപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.